ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ചന്ദ്രശേഖറും വക്കീലും വെയിറ്റ് ചെയ്യുകയാണ് സാറ മേഡം ജയിലിൽ നിന്നും ഇറങ്ങുന്നതും കാത്ത്. വക്കീൽ ചന്ദ്രശേഖറിനോട് പറയുന്നുണ്ട് ഒരുപാട് ശ്രമത്തിന്റെ ഫലമായി അവസാനം സാറ മേഡത്തിന് ജാമ്യം കിട്ടിയെന്നൊക്കെ. സാറ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നുണ്ട്. സാറ ചന്ദ്രശേഖറിനോട് ചോദിക്കുന്നുണ്ട് സുഖമാണോ എന്നൊക്കെ. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ജയിലിൽ കയറുന്നത്, അതിന് കാരണക്കാരായവർ എന്തായാലും മിടുക്കരാണെന്നൊക്കെ പറയുന്നു. പിള്ളേർക്ക് നല്ല സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. രാധികയും വരുണിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ കാരണമാണ് ഞാൻ ഈ ജയിലിൽ കയറിയത്. എന്റെ നല്ല പേരും അവർ കാരണമാണ് കുറച്ചില്ലാതായിരിക്കുന്നത്. എല്ലാത്തിനും ഉറപ്പായിട്ടും പ്രതികാരം ചെയ്യണമെന്നൊക്കെ പറയുന്നു. ചന്ദ്രശേഖർ അപ്പോൾ പറയുന്നുണ്ട് സാറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്നൊക്കെ. സാറേ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പേ എന്തെങ്കിലും ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രശേഖർ പറയുന്നുണ്ട് വക്കീൽ പറഞ്ഞിട്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്. സാറയുടെ ജാമ്യത്തിൽ പ്രശ്നമുണ്ടാകുമെന്നൊക്കെ കരുതിയിട്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് സാറ പറഞ്ഞാൽ മതിയെന്നൊക്കെ പറയുന്നു. സാറ പറയുന്നുണ്ട് എനിക്ക് തൃപ്തമാകണം, അതുപോലെയുള്ള പ്രതികാരം രണ്ടുപേരോടും ചെയ്യണം, അവരെ ഇഞ്ചിഞ്ചായി കൊല്ലണമെന്നൊക്കെ പറയുന്നു. യശോദയും ജയഭാരതി മുത്തശ്ശിയും ജോലിക്കാരി ചേച്ചിമാരെയുമാണ്. എല്ലാം രാധികയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ രാധിക അവിടേക്ക് വരുന്നു. രാധിക അവരോടെല്ലാം വഴിയിൽ വെച്ച് കണ്ട അമ്മയെക്കുറിച്ചും അമ്മയെ ഒരാശ്രമത്തിലാക്കിയ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. രാധികയോട് ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഊണിന്റെ ഓർഡർ ഉണ്ടോ എന്നൊക്കെ. അവർ ചോദിക്കുന്ന സമയത്ത് തന്നെ രാധികയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. രാധിക ഫോൺ എടുത്ത് സംസാരിക്കുന്നു. സാറ മേഡവും ചന്ദ്രശേഖറും ഏർപ്പാടാക്കിയ ഗുണ്ടയാണ് രാധികയെ ഫോൺ ചെയ്യുന്നത്. രാധികയോട് പറയുന്നുണ്ട് ആറ്റുവാശ്ശേരി സദ്യ 100 ഊണ് വേണമെന്ന്. അടുത്ത ആഴ്ചയാണ് ഫംഗ്ഷൻ. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് സംസാരിക്കണം. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. രാധിക എപ്പോൾ വരാം, ഇപ്പൊ തന്നെ ലൊക്കേഷൻ അയച്ചു തരാനെന്ന് പറയുന്നു. അയാൾ ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. രാധിക ഉടനെ തന്നെ ഫോൺ വെച്ചിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് നമുക്ക് 100 സദ്യയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന്. എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു. ചന്ദ്രശേഖർ സാറയോട് പറയുന്നുണ്ട് ലൊക്കേഷൻ അയച്ച സ്ഥലത്തേക്ക് അവൾ വരും, അവളെ അങ്ങനെ കൊന്നു കളയണം, അവൾ മരിക്കുന്നതോടുകൂടി ഭരണം ഇല്ലാതായിക്കൊള്ളുമെന്നൊക്കെ പറയുന്നു. സാറയ്ക്ക് അപ്പോൾ സന്തോഷമാകുന്നുണ്ട്. ചന്ദ്രശേഖർ പറയുന്നുണ്ട് എന്തായാലും രാധിക തനിച്ചേ വരത്തുള്ളൂ, അല്ലെങ്കിൽ കൂടെയുള്ള ജോലിക്കാരെങ്കിലും ആയിരിക്കും വരുന്നത്. അവർ കൂടി വരികയാണെങ്കിൽ രാധികയ്ക്ക് കൂട്ടായിട്ട് അവരും കൂടെ മേപ്പോട്ട് പൊക്കോട്ടെ എന്നൊക്കെ പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് രാധികയും മുത്തശ്ശിയും യശോദയും എല്ലാവരും ചേർന്ന് പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. രാധിക കൃഷ്ണനോട് പറയുന്നുണ്ട് പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ, എല്ലാം ഭംഗിയായിട്ട് നടത്തി തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് രാധിക പോകാൻ തുടങ്ങുമ്പോഴേക്കും വിളക്കണയുന്നുണ്ട്. വിളക്കണയുന്നത് കാണുമ്പോൾ യശോദയ്ക്കും ജയഭാരതി മുത്തശ്ശിക്കും സങ്കടമാകുന്നു. രണ്ടുപേരും രാധികയോട് പറയുന്നുണ്ട് എന്തോ ഒരു തടസ്സമുള്ളതുപോലെ തോന്നുന്നു, ഞങ്ങളിൽ ആരെങ്കിലും മോളുടെ കൂടെ വരാമെന്ന് പറയുന്നു. രാധിക അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ട, ഞാൻ തനിച്ച് പൊക്കോളാമെന്ന്. രാധിക വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും വരുണും അവിടേക്ക് വരുന്നുണ്ട്. വരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. രാധിക വരുണിനോട് പുതിയ ഓർഡർ കിട്ടിയ കാര്യമൊക്കെ പറയുന്നു. വിളക്കണഞ്ഞു പോയ കാര്യവും പറയുന്നുണ്ട്. വരുൺ അപ്പോൾ പറയുന്നുണ്ട് വിളക്കണഞ്ഞത് കൊണ്ടല്ലേ മുത്തശ്ശിയും അമ്മയും സങ്കടപ്പെട്ടിരിക്കുന്നത്, എന്തായാലും ആ വിഷമം ഇനിയും വേണ്ട, രാധികയ്ക്ക് സെക്യൂരിറ്റി ആയിട്ട് ഞാൻ പൊക്കോളാമെന്നൊക്കെ പറയുന്നു. രാധിക വേണ്ടെന്നൊക്കെ പറയുന്നു. വരുൺ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ വരുമെന്നൊക്കെ പറയുന്നു. യശോദയ്ക്കും മുത്തശ്ശിക്കും അപ്പോൾ സന്തോഷമാകുന്നുണ്ട്. വരുൺ രാധികയും കൂട്ടിയിട്ട് പോകുന്നു. വരുണും രാധികയും പറഞ്ഞ ലൊക്കേഷനിൽ ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഒന്നും കാണുന്നില്ലല്ലോ, ഇവിടെയെങ്ങും ആരുമില്ലല്ലോ, എന്തോ ചതിയാണെന്നാണ് തോന്നുന്നത്, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നു. അവർ പോകാൻ തീരുമാനിക്കുമ്പോഴേക്കും അവരെ ചുറ്റി കുറച്ച് ഗുണ്ടകൾ വന്ന് നിൽക്കുകയാണ്, അവരെ തല്ലാൻ വേണ്ടി തയ്യാറായിട്ട്. കാറിനകത്തിരുന്ന് ചന്ദ്രശേഖറും സാറയും എല്ലാം കാണുന്നുണ്ടായിരുന്നു. ചന്ദ്രശേഖർ പറയുന്നുണ്ട് രാധികയ്ക്ക് വേണ്ടി മാത്രം വിരിച്ച വലയാണ്, പക്ഷെ ഇപ്പൊ വരുണും വന്നിട്ടുണ്ട്, എന്തായാലും അത് വലിയ ലാഭമായി, രണ്ടിനെയും തീർത്ത് കളയാമെന്നൊക്കെ പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് ഗുണ്ടകൾ വരുണുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. രാധികയും ഗുണ്ടകളെ അടിക്കുന്നുണ്ട്. രാധികയും ചേർന്ന് എല്ലാ ഗുണ്ടകളെയും അടിച്ചൊതുക്കി ഓടിക്കുന്നുണ്ട്. ശേഷം വരുണും രാധികയും അവിടെ നിന്നും സ്കൂട്ടറിൽ കയറി പോകുന്നു. സാറയ്ക്കും ചന്ദ്രശേഖരനും ഒരുപാട് നിരാശയാകുന്നുണ്ട്.
സാറ ചോദിക്കുന്നുണ്ട് അവരെന്താണ് സ്കൂട്ടറിൽ കയറി പോയതെന്ന്. ചന്ദ്രശേഖർ അപ്പോൾ പറയുന്നുണ്ട് അവർ പോയത് ഇനിയും ആ ഗുണ്ടകൾ വരുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും, അതിനു മുമ്പ് രക്ഷപ്പെട്ടതായിരിക്കും എന്നൊക്കെ പറയുന്നു. സാറ അപ്പോൾ പറയുന്നുണ്ട് ഈ വരുൺ നിസ്സാരക്കാരനല്ലല്ലോ എന്നൊക്കെ, അവൻ ഭയങ്കര മിടുക്കനാണല്ലോ എന്നൊക്കെ പറയുന്നു. ചന്ദ്രശേഖറും അപ്പോൾ പറയുന്നുണ്ട് അവൻ നിസ്സാരക്കാരനല്ലെന്നൊക്കെ. സാറ അപ്പോൾ പറയുന്നുണ്ട് അവന് പറ്റിയ ആളെ തന്നെ അപ്പോൾ ഇറക്കണമല്ലോ എന്നൊക്കെ. എന്തായാലും തൽക്കാലം നമ്മളെ അവർ കാണാഞ്ഞത് നന്നായെന്നൊക്കെ പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് സാറയും ചന്ദ്രശേഖറും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടു റോഡിൽ ഒരു സ്കൂട്ടർ നിൽക്കുന്നത് കാണുന്നു. ചന്ദ്രശേഖർ അപ്പോൾ പറയുന്നുണ്ട് ഇതാരാണ് ഈ സ്കൂട്ടർ നടു റോഡിൽ ക്രോസ് ആയിട്ട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രശേഖർ വെളിയിലേക്ക് ഇറങ്ങുന്നു. പെട്ടെന്ന് അവിടേക്ക് വരുന്നത് വരുണും രാധികയാണ്. രണ്ടുപേരെയും കാണുമ്പോൾ ചന്ദ്രശേഖർ ഞെട്ടിപ്പോകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്